2023 നടന്ന ആനുവൽ എക്സാം ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസിന്റേത് 7ാം ക്ലാസ്. നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഈ പാറ്റേണിൽ തന്നെ ആയിരിക്കും 2024 ആനുവൽ എക്സാം. അപ്പോൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഗാന്ധിജിയുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ ആ ടോപ്പിക്കിൽ നിന്ന് ഇവിടെ 4 ബബിൾസ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തേത് ഗാന്ധിജി എസ്റ്റാബ്ലിഷ്ഡ് ആശ്രമം ഇൻ ഗുജറാത്ത്. ഗുജറാത്തിൽ ഗാന്ധിജി ഒരു ആശ്രമം സ്ഥാപിച്ചു എന്ന് പറയുന്നു. അടുത്ത ഒന്നാമത്തെ ചോദ്യമായിട്ട് ഗാന്ധിജി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. 1 മാർക്ക്. ഉത്തരം എത്രയേ ഉള്ളൂ? സബർമതി എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 1 മാർക്ക് ലഭിച്ചു. 2 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമര രീതികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ അതില് നോൺ വയലൻസ് എന്നെഴുതി അതിനോടൊപ്പം സത്യാഗ്രഹ എന്നെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അതിനോടൊപ്പം ഗാന്ധിജി അക്രമങ്ങളുടെ മാർഗം സ്വീകരിച്ചിരുന്നില്ല, പകരം മാസ് മൂവ്മെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യാഗ്രഹ നോൺ വയലൻസ് രീതികളിലൂടെ തന്റെ ലക്ഷ്യം നേടിയെടുക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ നോക്കാം. അതിനോടൊപ്പം ഇവിടെ നൽകിയിട്ടുള്ള ഈ സമരങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. കാരണം പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കാം. അദ്ദേഹത്തിന്റെ സമരങ്ങളുടെ പ്രത്യേകത, ഫീച്ചേഴ്സ് ചോദിക്കാം. അറ്റ്ലീസ്റ്റ് ഇവയുടെ വർഷങ്ങൾ പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ സ്ഥലം പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ അവയുടെ ലക്ഷ്യങ്ങൾ പഠിച്ചിരിക്കുക. ഇപ്പൊ ചമ്പാരൻ സത്യാഗ്രഹ ചോദിച്ചിരിക്കുന്നു. ചമ്പാരൻ സ്ട്രൈക്ക് എവിടെയാണ്? 1917 ബീഹാർ. അത്രയും ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യാം, എടുത്തെഴുതാൻ സാധിക്കും. അതുപോലെ അഹമ്മദാബാദ് 2ാമത്തെ സമരം 1918 കോട്ടൺ മിൽ തൊഴിലാളികളുടെ സമരം, അതേ വർഷം തന്നെ കേദാ സ്ട്രൈക്ക് ഗുജറാത്ത്. അപ്പൊ ഈ രീതിയിൽ പരീക്ഷയ്ക്ക് 1 വേർഡ് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനും ചോദിക്കാം. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെ 3ാമത്തെ ഘട്ടമാണ്. The period between 1919 and 1947 is called Gandhian phase. ഗാന്ധിജി 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് ജനുവരി 9. അതിനാൽ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമാണ്. സത്യാഗ്രഹം എന്ന വാക്ക് കൂടി ആലോചിച്ച് വെച്ചേക്കുക. സത്യാഗ്രഹം എന്ന് പറയുന്നത് സത്യത്തെ മുറുകെ പിടിക്കുക, ട്രൂത്ത് ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോ ഗാന്ധിയൻ സമരങ്ങളെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. പ്രധാനപ്പെട്ടത് ചമ്പാരൻ, അഹമ്മദാബാദ് തുണിമിൽ സമരം, കേദാ സമരം, നിസ്സഹകരണ സമരം. വർഷം നോക്കുക 1920. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്ന മറ്റൊരു വർഷവും കൂടി 1922 ചൗരി ചൗര നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കുന്നുണ്ട്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. നിയമലംഘന പ്രസ്ഥാനം 1930. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ സാൾട്ട് സത്യാഗ്രഹയാണ് വരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ആഗസ്റ്റ് 9 ലാസ്റ്റ് മാസ് മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് വെച്ചേക്കുക. ഇനി ഗാന്ധിയൻ മെത്തേഡ് അല്ലെങ്കിൽ ഗാന്ധിയൻ പ്രൊട്ടസ്റ്റിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് നോൺ വയലൻസ്, സത്യാഗ്രഹ എന്നിവ എഴുതിയാൽ 1 മാർക്ക് കിട്ടേ ഉള്ളൂ. നമുക്ക് 4 മാർക്ക് വേണം. അപ്പോ അതിനുവേണ്ടി കുറച്ച് വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. ഗാന്ധി believed in non-violent protest to achieve political goals. His methods showed that you could stand up for what is right without hurting others. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കാതെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയുമെന്ന് ഗാന്ധിജി കാണിച്ചു തന്നു. And he started a unique style of struggle called സത്യാഗ്രഹ. സത്യാഗ്രഹ എന്ന രീതി സ്വീകരിച്ചു. ഈ കൊടുത്തിരിക്കുന്നതിന് നിങ്ങൾക്ക് ഇതേപോലെ എഴുതാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. ഇത്രയും വേണമെന്നുമില്ല. ആദ്യത്തെ പ്രധാനപ്പെട്ടത് നോൺ വയലൻസ് ആണ്. നോൺ വയലൻസ് എന്ന് എഴുതുക, അതിനെക്കുറിച്ച് വിശദീകരിക്കുക. നോൺ വയലന്റ് അപ്രോച്ച് ഫോക്കസിങ് ഓൺ പീസ്ഫുൾ മെത്തേഡ്സ് ലൈക്ക് നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ് ആൻഡ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോമ്പ് എന്നുപോലെ എന്ത് ചെയ്യാം, നിരാഹാര സമരം. ഓക്കെ. മാസ് ഇൻവോൾവ്മെന്റ്, ജനങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിലോട്ട് സാധാരണക്കാരെയും അതുപോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തെയും ഒന്നിപ്പിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഹി
made sure to involve the common people in the freedom struggle and making it a mass movement. പിന്നെ ആലോചിക്കാവുന്നത് ബ്രോഡ് ബേസ്ഡ് ഇഷ്യൂസ് ആണ്. Gandhi's movement addressed the broad-based issues affecting the large sections of society such as poverty, discrimination and self-reliance. ഗാന്ധിജി ആദ്യകാലങ്ങളിൽ ഏറ്റെടുത്ത സമരങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ ഒരു ബ്രോഡ് ബേസ്ഡ് ഇഷ്യൂ എന്നുള്ള രീതിയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നീട് പേഷ്യൻസ് ആൻഡ് എൻഡറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ വയലൻസ് കൺസെപ്റ്റിൽ വരും. മോറൽ ഹൈ ഗ്രൗണ്ട് ഉണ്ട്, ഗാന്ധിയൻ അപ്രോച്ചിന്, തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. 4 മാർക്ക്. നോൺ വയലൻസ്, മാസ് മൂവ്മെന്റ്, ബ്രോഡ് ബേസ്ഡ് ഇഷ്യൂസിന്റെ ഈ 3 നിങ്ങൾ നല്ല രീതിയിൽ കാണാതെ പഠിക്കുക. ഓക്കെ, ഇനി ഓരോ സമരങ്ങളും അതിന്റെ കാരണങ്ങളും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും കൂടെ ആലോചിച്ചിരിക്കുക. അഹമ്മദാബാദ് ബിൽ സമരം, അതിന്റെ പ്രധാന കാരണം പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ്. PSC-കാർക്കും കൂടെ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഡിസംബർ 28 ചോദിച്ച PSC പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വേതന വർധനവിന് വേണ്ടിയാണ് ഗാന്ധിജി സമരം ചെയ്തത്. ഈ സമരം വിജയമായിരുന്നു. കൂലി 35% വർദ്ധിപ്പിച്ചു. കേദ സത്യാഗ്രഹം. കേദ സത്യാഗ്രഹം ഗുജറാത്തിലാണ്, 1918. പ്രകൃതി ദുരന്തം മൂലം, അതായത് വരൾച്ച മൂലം കൃഷിനാശം നേരിട്ടപ്പോൾ കർഷകർക്ക് നികുതിയിൽ ഇളവ് നൽകാനുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടന്നത്. ചമ്പാരൻ സമരം നീലം കർഷകർക്ക് വേണ്ടിയുള്ളതാണ്, ഇൻഡിഗോ ഫാമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് ആലോചിക്കേണ്ടത് 1922 ചൗരി ചൗര ഉത്തർപ്രദേശിൽ നടന്നത്. എന്ത് പിൻവലിച്ചു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ സമരം പിൻവലിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം 1942. തിരിഞ്ഞു പോകരുത്. നിസ്സഹകരണ സമരം 1920. നിയമലംഘനം 1930. നോൺ കോപ്പറേഷൻ മൂവ്മെന്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റുമാണ് ഇംഗ്ലീഷ് മീഡിയം പദങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ ഗാന്ധിജിയുടെ ഫുൾ ടോപ്പിക് നമ്മൾ ഏകദേശം കവർ ചെയ്തു ഇത്രയും കാര്യങ്ങളിലൂടെ. അപ്പോൾ ഇതൊരു ആൾറെഡി ഒരു ലോങ് ക്ലാസ് ആയി. നമുക്ക് രണ്ടാമത്തെ ചോദ്യം തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ ചോദ്യം പാർലമെന്ററി ജനാധിപത്യ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടു വരുന്നു. ഗാന്ധിജിയുടെ അതേ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ്, അല്ല 10ാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളതാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തൊട്ടടുത്ത ദിവസം ചെയ്യാം. ഈ ഒരു 1 വേർഡ് കൂടി ആലോചിച്ചിരിക്കുക. ഹു ഇസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് ആരാണ്? BR അംബേദ്കർ ആണ്. ചോദിക്കാൻ കൊള്ളാവുന്ന 2-3 1 വേർഡ് ചോദ്യങ്ങൾ. ഒന്ന്, ആമുഖം പ്രിയാമ്പിൾ എഴുതിയത് നെഹ്റു ആണ്. പിന്നീട് 1 വേർഡ് ചോദിക്കുന്നത് എവിടെന്നാന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. അതിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പ്രധാനപ്പെട്ട പദവികൾ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ചേരുംപടി ചേർക്കാൻ ലാസ്റ്റ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ 1 വേർഡിന് ചോദിക്കാം. അങ്ങനെ 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന്